ഹലോ, എസ് സിയുടെ സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 92/2025 ഒരു CPO ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണെന്ന് ഓപ്ഷൻ വായിക്കാം. ടെന്നീസ് കോർട്ട് അസംബ്ലി, കറുപ്പ് യുദ്ധം, ബോസ്റ്റൺ ടീ പാർട്ടി, ഫെബ്രുവരി വിപ്ലവം. ആൻസർ ഏതാണ്? കറുപ്പ് യുദ്ധം. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് കറുപ്പ് യുദ്ധം. പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാ? MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതിയാണ് പത്മവിഭൂഷൺ. ഏതാണ്? പത്മവിഭൂഷണാണ്. 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, മംഗൾ പാണ്ഡെ ആയിരുന്നു ആദ്യ രക്തസാക്ഷി. 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് മംഗൾ പാണ്ഡെ ആയിരുന്നു ആദ്യ രക്തസാക്ഷി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മീററ്റിലാണ് ആരംഭിച്ചത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഇവിടെയാണ്, മീററ്റിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്താ? ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. എന്താണ്? ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലിയാണ് വാവുവേലി. വാവുവേലി. സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് സുബൻസിരി നദി. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് സുബൻസിരി നദി. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രമാണ് ഏതാ? കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രമാണ് നീലഗിരി. ഏതാണ്? നീലഗിരിയാണ് കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജൈവ മണ്ഡല കേന്ദ്രമാണ് നീലഗിരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്താ? തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരാണ് സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ്. പഞ്ചവടി എക്സ്പ്രസ്. ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളങ്ങളിൽ എത്തിക്കുന്നത് പറയുന്ന പേരെന്താണ്? പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളങ്ങളിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് അപ്നി മാണ്ടി. എന്താ പേര്? അപ്നി മാണ്ടി. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളങ്ങളിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് അപ്നി മാണ്ടി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാം ഭേദഗതി പ്രകാരം. 42ാം ഭേദഗതി പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രാജ്യസഭയിൽ 250 അംഗങ്ങളാണ് ഉള്ളത്. രാജ്യസഭയിൽ 250 അംഗങ്ങളാണുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? പ്രാദേശിക ഗവൺമെന്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുന്നത്. പ്രാദേശിക ഗവൺമെന്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്? ഓപ്ഷൻ വായിക്കാം. ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഗവർണർ. ആൻസർ വരുന്നത് രാഷ്ട്രപതിയാണ്. ആ ആർട്ടിക്കിൾ ഏതായിരുന്നു? 143. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്? രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഐറിഷ് ഭരണഘടന. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി സ്വീകരിച്ചത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാ? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? പാലം ചെനാബ് പാലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ് കേട്ടോ. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രതിഭ പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാന് മുഖ്യമന്ത്രിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡാഷ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭനയാണ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ്? അത് ആശാ ശോഭനയാണ്. എംഫിസീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? എംഫിസീമ എന്നത് ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? ആൻസർ ശ്വാസകോശം. ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖമാണ് എംഫിസീമ. ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഉറക്കത്തിന്റെ ഉണർവിന്റെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? അത് അയോഡിൻ ആണ്. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതുവാണ് അയോഡിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓസോൺ പാളിയെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓസോൺ പാളിയെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാം ശരിയായിട്ടുള്ളത്? ഓസോൺ പാളിയുടെ ഭൂരിഭാഗം ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഓസോൺ പാളിയുടെ ഭൂരിഭാഗം ട്രോപ്പോസ്ഫിയറിലാണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഓസോൺ പാളിയുടെ ഭൂരിഭാഗം ഏതിലാണ് കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലോറോഫ്ലൂറോ കാർബൺ, അതായത് CFC ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ക്ലോറോഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണത്തിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? CFC എന്നുള്ളത് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ആ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓസോൺ പാളിയുടെ ഭൂരിഭാഗം എവിടെ കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെല്ലാഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? പെല്ലാഗ്ര എന്നത് ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ B3. പെല്ലാഗ്ര എന്നത് ജീവകം B3ന്റെ അപര്യാപ്തത രോഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ഉള്ളത്? ഏറ്റവും കൂടുതൽ ശബ്ദത്തിന്റെ വേഗത ഉള്ളത് ഓപ്ഷൻ വായിക്കാം. വായു, വെള്ളം, ശൂന്യത, സ്റ്റീൽ. ഇതിലേതാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത്? അത് സ്റ്റീലിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ ഡേറ്റ് എന്നാ? ISROയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. 2023 ഓഗസ്റ്റ് 23-നാണ് ISROയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്. 2023 ഓഗസ്റ്റ് 23-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിലെ ശരിയായ പ്രസ്താവന ഏത്? 1847 ഹെർമൻ ഗുണ്ടട്ട ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? 1847 ഹെർമൻ ഗുണ്ടട്ട ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1847 ഹെർമൻ ഗുണ്ടട്ട മലയാളത്തിലെ ആദ്യത്തെ മലയാള പത്രമായിട്ടുള്ള രാജ്യസമാചാരം ആരംഭിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയം ഹെർമൻ ഗുണ്ടട്ട 1847 ആരംഭിച്ചു. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയം ഹെർമൻ ഗുണ്ടട്ട 1847 ആരംഭിച്ചു.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഹെർമൻ കുണ്ടട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. ഹെർമൻ കുണ്ടട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഹെർമൻ കുണ്ടട്ട് ബേസൽ മിഷൻ സൊസൈറ്റിയിലായിരുന്നു അംഗമായിരുന്നത്. ഹെർമൻ കുണ്ടട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ല, ബേസൽ മിഷൻ സൊസൈറ്റിയിലായിരുന്നു അംഗമായിരുന്നത്. അപ്പോൾ ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നാലപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നാലപ്പാട്ട് നാരായണ മേനോനല്ല, വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്നിട്ടാണ് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയി പ്രഖ്യാപിച്ചു. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ലാസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നതിലെ ശരിയായ പ്രസ്താവന ഏതാണെന്ന്. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55ാമത് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55ാമത് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ല സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായിട്ട് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായിട്ട് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 3 സ്റ്റേറ്റ്മെന്റും ഇതിൽ കറക്റ്റ് ആണ്. 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55ാമത് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ല സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായിട്ട് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിലെ ശരിയായ പ്രസ്താവന ഏതാണെന്ന്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം അത് മലബാർ മുസ്ലിം മഹാസഭയല്ല, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി രൂപീകരിച്ചത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്ന കെ രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നത് കെ രാമകൃഷ്ണപിള്ളയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലും മിസ്റ്റേക്ക് ഉള്ളത്. മലബാർ മുസ്ലിം മഹാസഭയല്ല, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി രൂപീകരിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഏത് പത്രത്തിന്റെ സ്ഥാപകന്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. പിന്നെ ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണപിള്ളയാണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ GK ക്വസ്റ്റ്യൻസ് ഉള്ളത് CPO ക്വസ്റ്റ്യൻ പേപ്പറിൽ. താങ്ക് യു.